മിനിസോട്ടയിൽ നിയമസഭാംഗത്തെയും ഭർത്താവിനെയും വെടിവെച്ചു കൊന്ന കേസിലെ പ്രതി സ്ഥിരം അക്രമകാരിയെന്ന് FBI. അമേരിക്കയിൽ നിരവധി സ്ഥലങ്ങളിൽ ഇയാൾ ആക്രമണം നടത്താൻ തയ്യാറെടുത്തിരുന്നതായി പ്രതിയുടെ ഭാര്യ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. കഴിഞ്ഞയാഴ്ചയാണ് മിനിസോട്ടയിൽ നിയമസഭാംഗം എമറിറ്റ മോൾസെ ഹോട്ട്മാനെയും ഭർത്താവിനെയും വാൻസ് ബോൾട്ടർ കൊലപ്പെടുത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരുകയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തിയില്ലെങ്കിൽ ലോകം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. UN ജനറൽ അസംബ്ലിയോടൊപ്പം നടക്കുന്ന പ്രത്യേക കാലാവസ്ഥാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിസംബറിൽ ദുബായിലാണ് UN കാലാവസ്ഥാ ഉച്ചകോടി നടക്കുന്നത്. നൈജീരിയയിൽ ചാവേർ ബോംബാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 30ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഫോടക വസ്തു ധരിച്ച ഒരു സ്ത്രീ ജനക്കൂട്ടത്തിലേക്ക് നുഴഞ്ഞുകയറി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബ്രിട്ടനിൽ ദയാമരണം നിയമവിധേയമാക്കുന്നതിനുള്ള ബില്ലിന് ഹൗസ് ഓഫ് കോമൺസ് അംഗീകാരം നൽകി. ഗുരുതരമായ രോഗം ബാധിച്ച് 6 മാസമോ അതിൽ കുറവോ മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് ഉറപ്പുള്ളവർക്ക് വൈദ്യസഹായത്തോടെ ജീവിതം അവസാനിപ്പിക്കാൻ ബിൽ അവകാശം നൽകുന്നു. 291-നെതിരെ 314 വോട്ടുകൾക്കാണ് ബിൽ പാസായത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ബില്ലിനെ പിന്തുണച്ചു.